ഇതൊക്കെ ആളുകൾക്കറിയാം, കൃത്യമായി അറിയാം. നിങ്ങളിപ്പോൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണ്? ഇന്ന് തന്നെ KM മാണിയുടെ സുകേശൻ, ഈ സുകേശൻ തന്നെ ഈ രാജ്യത്തെ ജനങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞത്. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ആളുടെ അറിയില്ലായിരുന്നു. ഇതൊക്കെ അറിയുന്നൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് ഷാനി ഉസ്മാനെ പോലുള്ള ആളുകളൊക്കെ വിശ്വസിക്കണം. അതെങ്കിലും മനസ്സിലാക്കാനായിട്ടുള്ള സാമാന്യ ബുദ്ധി വേണം എന്ന് മാത്രമേ ഞാനിതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഞാനിതിനകത്ത് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, 5 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആ മന്ത്രിസഭയുടെ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടത് ഈ ഉമ്മൻചാണ്ടിയാണ്. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒന്നുമില്ല എന്ന് തീരുമാനിച്ച് ജനങ്ങളോട് പറഞ്ഞതാണ്. ശ്രീ SR ശക്തിധരൻ, ഞാൻ കേൾപ്പിച്ചു തരാം. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ലാവ്ലിൻ കേസ് വിടാൻ തീരുമാനിച്ച് അത് കഴിഞ്ഞിട്ട് ആ തീരുമാനത്തെ പിന്നീട് അദ്ദേഹം ന്യായീകരിച്ചത്, പണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. ഒരിക്കലും അത് ശരിയല്ല. ഞാനത് പല പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വിജിലൻസിൻ്റെ ചാർജ് വഹിക്കുന്ന സമയത്താണ് ആ അന്വേഷണം നടക്കുന്നത്. ഒരു സ്റ്റേജിൽ ഞാൻ ഇടപെട്ടിട്ടില്ല. ആ വിജിലൻസിൻ്റെ റിപ്പോർട്ട് എനിക്ക് കിട്ടുന്നു. ആ കിട്ടിയ റിപ്പോർട്ടിനകത്ത് ശ്രീ പിണറായി വിജയൻ പ്രതിയല്ല. പക്ഷേ അതിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്, പിന്നെ തുടർന്നുള്ള അന്വേഷണം നടക്കുമ്പോൾ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാം എന്നൊരു സെൻറ്റൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹം പ്രതിയല്ല. ആ റിപ്പോർട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അന്വേഷണം നടക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത്. ആ റിപ്പോർട്ടിനകത്ത് അദ്ദേഹം പ്രതിയല്ല. പക്ഷേ ഇങ്ങനൊരു വാചകം മാത്രമുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ കോടതിയിൽ ചാർജ് ഷീറ്റ് കൊടുത്തു. കോടതി ചാർജ് ഷീറ്റ് കൊടുത്തപ്പം നിങ്ങൾ തന്നെയാണ് കുഴപ്പമുണ്ടാക്കിയത്. ഇവിടുത്തെ പത്രങ്ങൾ അങ്ങ് എഴുതി, ഹം സബ് ചോർ ഹേ എന്നാണ് ഒരു പത്രത്തിൻ്റെ ഹെഡിങ്. ഹം സബ് ചോർ ഹേ ഹിന്ദിയിൽ ബാനർ ഹെഡിങ്ങാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കള്ളന്മാരാണ്. എന്താ ഇതിനകത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും കൂടി യോജിച്ചിരിക്കുന്നു. രണ്ട് കൂട്ടത്തിലും എന്തോ മറച്ചു വെക്കാനുണ്ട്. ഇത് ഫെബ്രുവരി 28 ഒക്കെ ആകുന്ന ദിവസങ്ങളാണ്. മാർച്ച് 1 ഇലക്ഷൻ അനൗൺസ് ചെയ്തു. അപ്പം തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാം പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് കണ്ടിട്ട് മാർച്ച് 1 ക്യാബിനറ്റാണ് CBIക്ക് വിടാനായിട്ട് തീരുമാനിക്കുന്നത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി ആ തീരുമാനം എന്തുകൊണ്ടെടുത്തു എന്ന് പിന്നീട് വിശദീകരിച്ചതാണ് ഈ കണ്ടത്. മാധ്യമങ്ങളെല്ലാം പറഞ്ഞു രാഷ്ട്രീയക്കാരെല്ലാവരും കള്ളന്മാരാണ്, ഹംസബ് ചോർ ഹേ എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ അദ്ദേഹം നിഷ്കളങ്കത തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ധാർമ്മികത തെളിയിക്കാൻ വേണ്ടി CBIക്ക് വിടാനുള്ള തീരുമാനമെടുത്തു. മാധ്യമങ്ങളെല്ലാം കൂടി ഇപ്പോൾ ഈ തീരുമാനം എടുത്ത രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതും അങ്ങ് അംഗീകരിക്കാനുള്ള ബാധ്യത ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനുണ്ടല്ലോ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ.